ഹരിപ്പാട് ഏഴിക്കകത്ത് ജംഗ്ഷനിലാണ് ബുൾഡോസർ രാജ് നടപ്പിലായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ശ്രീവത്സം ഗ്രൂപ്പിന് മുന്നിലുള്ള പൊളിച്ച അശോകൻ്റെ കടയ്ക്ക് മുന്നിലാണ്. അശോകൻ കട ഇതായിരുന്നു. അശോകൻ്റെ കട ഒരു അരസിൻ്റെ ഭൂമിയിലായിരുന്നു. അശോകൻ പരമ്പരാഗതമായി ഇവിടെ കട നടത്തി വരികയായിരുന്നു. അശോകൻ്റെ പിതാവായിരുന്നു നേരത്തെ കട നടത്തിയിരുന്നത്. അത് കഴിഞ്ഞ് അശോകനായിരുന്നു. തൊട്ടപ്പുറത്ത് കാണുന്ന ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ പാർക്കിങ്, അതോടൊപ്പം തന്നെ കടയുടെ ഒരു ഭംഗി എന്ന ആവശ്യങ്ങൾക്കായി ഈ സ്ഥലം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഉള്ള ഒരു വീണ ടെക്സ്റ്റൈൽസിൻ്റെ സ്ഥലം നേരത്തെ തന്നെ വാങ്ങിയിരുന്നു. അശോകനുമായി ചില വിലപേശലുകളൊക്കെ നടത്തിയെങ്കിലും അശോകൻ അതിന് വഴങ്ങിയില്ല. ഇതേ തുടർന്നാണ് ഈ ശ്രീവത്സം ഗ്രൂപ്പ് ഉടമകൾ രാത്രിയുടെ മറവിൽ ഇത്തരത്തിൽ ഈ കട പൊളിച്ചു നീക്കിയത്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഈ സംഭവം. തുടർന്ന് വലിയ രീതിയിൽ ജനപ്രതിനിധികളടക്കം ഇതിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വരികയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുകയൊക്കെ ചെയ്തതോടുകൂടി ഇതേ തുടർന്ന് അശോകനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഈ ശ്രീവത്സം ഗ്രൂപ്പ് തയ്യാറായി. അല്പം മുമ്പ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അശോകന് പകരം കട നിർമ്മിച്ചു നൽകും. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നതിനായി അശോകൻ പോലീസ് സ്റ്റേഷനിലാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടില്ല. ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പുതിയ കട ഈ ശ്രീവത്സം ഗ്രൂപ്പ് തന്നെ വെച്ച് നൽകും. അവർ തന്നെയാണ് ഇത് പൊളിച്ചതെന്നുള്ള കാര്യം അവർ ഇതോടുകൂടി സമ്മതിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ജനപ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കട തിരിച്ചു കിട്ടിയതിനുള്ളൊരു ഇടപെടൽ നടത്തിയതിൽ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇടപെടലത്തിന് സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി എല്ലാ വിഭാഗം ജനങ്ങളും, ഇത് മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്, അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ടു. ഞങ്ങൾ വ്യാപാര വ്യവസായ സമൂഹം ഒന്നിച്ചിടപെട്ടു. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു തീരുമാനമുണ്ടായി. അതിൽ സന്തോഷമുണ്ട്. നഗരസഭ ഈ നടപടിയൊന്നും അറിഞ്ഞിരുന്നില്ല ഇവരിങ്ങനെ ചെയ്യും? നഗരസഭ അത് സെക്രട്ടറി ഒരു ആക്ഷേപത്തിന് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സെക്രട്ടറിയുടെ അനുമതിയോടെ ചെയ്യുന്ന ഒരു ആക്ഷേപം പൊതുസമൂഹത്തിന് ഇപ്പോൾ ഉണ്ട്. ഞങ്ങളത് അടിയന്തരമായിട്ട് ഗൗരവമായിട്ട് കാണും. ഇന്ന് സെക്രട്ടറി മുഖ്യമന്ത്രി വിളിച്ചൊരു യോഗത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഇന്ന് അടിയന്തര കൗൺസിലിന് വേണ്ടി 2 CPM കൗൺസിലർമാർ കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് വിളിക്കാൻ നോക്കിയപ്പോൾ സൂപ്രണ്ടും ഇല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആക്ഷേപം പറയുന്ന ആളുടെ സാന്നിധ്യത്തില്ലാതെ കൗൺസിൽ വിളിക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നാളെ രാവിലെ 11 മണിക്ക് അടിയന്തര കൗൺസിൽ വിളിക്കും. ഈ സെക്രട്ടറി ഇതിനകത്ത് എന്താണ് അലംഭാവം കാണിച്ചിട്ടുള്ളത്? പൊതുസമൂഹം ഒന്നടങ്കം എല്ലാ കൗൺസിലർമാരും, ഞങ്ങൾ 16 കൗൺസിലർമാർ ഇവിടെ ഉണ്ടായിരുന്നു. DYFIയുടെയും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും അടക്കമുള്ള പ്രധാന നേതാക്കന്മാർ ഹരിപ്പാട്ടെ, അവരെല്ലാവരും നിന്നുകൊണ്ടാണ് അശോകനോടൊപ്പം. അതിനകത്ത് അശോകൻ എന്നുള്ള വ്യക്തി, അശോകൻ്റെ വ്യക്തിപര രാഷ്ട്രീയം എനിക്കറിയാം. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, എനിക്കറിയാം അശോകൻ്റെ രാഷ്ട്രീയം. പക്ഷേ അതിനകത്ത് അതൊന്നും അല്ല നോക്കുന്നത്. പൊതുസമൂഹത്തോടൊപ്പം അശോകന് നീതി ലഭിക്കുക എന്നുള്ള ഒറ്റ ഇതാണ്. ഇത് ഒരിക്കലും നടക്കാത്ത, ഹരിപ്പാട് ചരിത്രത്തിൽ കാണാത്തൊരു സംഭവമാണ് നടന്നത്. ഒരു ബുൾഡോസർ രാജ് നമ്മൾ ഡൽഹിയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ അൽഫോൺസ് കണ്ണന്താനമൊക്കെ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ. പക്ഷേ ഇത് ഹരിപ്പാട്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു പാതിരായുടെ മറവിലെ 1 മണിക്ക് രാത്രി 1:45 വന്ന് ഇങ്ങനെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഇത് തകർക്കാമെന്ന് പറയുന്നത് ഹരിപ്പാടിന് ഒരിക്കലും കാണാൻ പറ്റാത്ത സാഹചര്യം. നഗരസഭ ഒരു മേൽനോട്ടം വെക്കുമോ ഇതിന്? തീർച്ചയായിട്ടും നഗരസഭ, ഇപ്പം ഞങ്ങൾ നഗരസഭാ കൗൺസിലർമാരും ഇപ്പം ഇന്നലെ ഒരുപാട് ഈ ഗ്രൂപ്പിൻ്റെ ആളുകളൊക്കെ ഞങ്ങളെ വിളിച്ച് ഒത്തുതീർപ്പ് വ്യവസ്ഥ. പക്ഷേ ഞങ്ങൾ പൊതുവെ എടുത്തൊരു ധാരണ, ആരും വ്യക്തിപരമായിട്ട് ആരുമായിട്ടും ഒത്താശയോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ശ്രീവത്സം ഗ്രൂപ്പുമായിട്ട് ഒത്തുനിന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ആരും വ്യക്തിപരമായിട്ട് പോകണ്ട. ഇവിടെ വന്ന അശോകൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്നാണ് ഞങ്ങൾ, ഈ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ അതിന് പിന്നെ എന്തൊക്കെ വ്യവസ്ഥകൾ വെക്കണമെന്നുള്ള കാര്യങ്ങൾ വെച്ചത്. അതനുസരിച്ച് ഞങ്ങൾ വെച്ചുള്ള ബഹുമാനപ്പെട്ട SHOയുടെ അതിൻ്റെ നിലപാട് നല്ലതായിരുന്നു. 2 കേസുകളുണ്ടായിരുന്നു നമ്മുടെ ഈ പൊതുമുതൽ അമൃത് പദ്ധതിയിൽ രമേശ് ചെന്നിത്തല വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഹാൻഡ് റെയിൽ ഉൾപ്പെടെ അത് തകർത്തതിൻ്റെ കേസും പിന്നെ അശോകൻ കൊടുത്തുള്ള പരാതിയും. ആ 2 പരാതികളുമായിട്ട് കേസുമായിട്ട് അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും. ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിനകത്ത് ഈ പൊതുസമൂഹം കൂടെ നിന്നതിലുള്ള നന്ദി കൂടി അറിയിക്കുന്നു. എന്തായാലും അശോകന് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിലാണ്, സന്തോഷത്തിലാണ് ജനപ്രതിനിധികളുള്ളത്. നഗരസഭയുടെ തന്നെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ തന്നെ മേൽനോട്ടത്തിലായിരിക്കും ഇനി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. ഹരിപ്പാട് നിന്നും ജോസി ബാബു, മീഡിയ.